പ്രേംനാഥ് കൊല്ലം ജില്ലയിൽ ശബറദേശത്ത് സുമതിയമ്മയുടെയും രാജേന്ദ്രന്റെയും മകൻ പ്രേംനാഥ് വയസ്സ് 24, വെളുത്ത നിറം, ദിശ മാറാൻ പാടില്ല. ഈ കണക്ക് പുസ്തകത്തിൽ ചുവപ്പ് വരവേണ പേരുകൾ ഇന്ന് വരെ തെറ്റിയിട്ടില്ല. പ്രേമനാഥ, നിനക്ക് സമയമായി. നീയപ്പോൾ ഭൂമിയിലല്ല, യമപുരിയിലാണ്. ഇതെന്റെ രാജ്യമാണ്. ഭൂമി നിനക്ക് നഷ്ടമായിരിക്കുന്നു. അയ്യോ, എന്റെ ശരീരം, എന്റെ കൈകാലുകൾ, എന്റെ മുഖം, എന്റെ ശരീരം, ആ ശരീരത്തിന്റെ ആകെ സ്വത്തായ ആത്മാവ് മാത്രമേ നിനക്കിപ്പോൾ സ്വന്തമായുള്ളൂ. നീ മരണപ്പെട്ടു കഴിഞ്ഞു, അകാലത്തിൽ മരിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ മരിച്ചിട്ടില്ല. പൊട്ടിത്തെറിക്കണ്ട. മരണം പാപത്തിന്റെ ശമ്പളമാണ്. ഇല്ല, എനിക്ക് പോകണം. ഞാൻ അല്പം തിരക്കിലാണ്. എന്നെ തിരിച്ചെത്തിക്കൂ. എന്റെ മൊബൈൽ എവിടെ? പ്ലീസ്, 1 മണിക്കൂറിനകം തിരിച്ചുപോയി എനിക്ക് പലതും സാധിക്കാനുണ്ട്. അറിയാം. ആ തിടുക്കത്തിൽ എന്തേ നീ ഇങ്ങനൊരു ദുർവിധി ഉണ്ടാകുമെന്ന് കരുതിയില്ല. പ്രേമനാഥ, നീ മരണപ്പെട്ട് കഴിഞ്ഞു. സിവിൽ സ്റ്റേഷൻ റോഡിലൂടെ 80 കിലോമീറ്റർ വേഗതയിൽ അതിവേഗം പാഞ്ഞു വന്ന നീ ടിപ്പർ ലോറി ഇടിച്ച് തക്ഷണം മരണമടഞ്ഞു. പ്രേമനാഥ, നീ എന്തിനു വേണ്ടിയാണ് ഇത്രയും മരണപ്പാച്ചിൽ പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ തെരേസ എന്ന 18 വയസ്സുകാരി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ, പ്രേമം നടിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് കൂട്ടുകാരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ, എന്നിട്ട് ക്രൂരമായി വിലാസംഗി ചെയ്ത് അബദ്ധത്തിലെങ്ങാണ് അവൾ മരണപ്പെട്ടാൽ അവളുടെ ശവശരീരം രഹസ്യമായി മറവ് ചെയ്യാൻ നിങ്ങൾ പദ്ധതിയിട്ടു. എന്നിട്ട് എന്തായി? കണക്കുകൂട്ടലെല്ലാം തെറ്റിയല്ലേ? കണക്കുകൂട്ടൽ തെറ്റുന്നിടത്താണ് ഈ കണക്ക് പുസ്തകം വിജയിക്കുന്നത്. പ്ലീസ്, എനിക്ക് ജീവിക്കണം. ഇല്ലേ, എനിക്ക് ജീവിക്കണം. സാധ്യമല്ലേ? ജീവിതത്തിന്റെ മധുരം നീ വലിച്ചെറിഞ്ഞവരാണ്. ഇനി നിനക്ക് പുനർജനിക്കാൻ അവകാശമില്ല. ഈ ഇരുണ്ട വിശാലതയിൽ നിന്റെ ആത്മാവിങ്ങനെ അലഞ്ഞു നടക്കും. എത്തപ്പെട്ടതേ ഉള്ളൂ അല്ലേ?
ആദ്യ ദിവസം ഞാനും ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ സ്തംഭിച്ചിരുന്നതൊരു കാര്യം. ഭ്രാന്ത് പിടിച്ച ആത്മാവുമായി ഞാനും അലഞ്ഞു. ഒടുവിൽ ഞാൻ എന്റെ യഥാർത്ഥ സത്യം കണ്ടെത്തി. കാലനും ഈശ്വരനുമൊന്നുമല്ല തെറ്റുകാർ. എന്റെ കുറ്റം, എന്റെ പിഴവുകൾ. അനിയ, നിനക്കും പിഴവ് പറ്റിയല്ലേ? അതെ, നിഗൂഢതകൾ നിറഞ്ഞ എന്റെ കെണിയിൽ ഒടുവിൽ ഞാൻ തന്നെ അകപ്പെട്ടു. നിങ്ങൾക്ക് എന്റെ തെരേസ അറിയാമോ? ഇല്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു. എനിക്ക് മാത്രം അറിയാവുന്ന തെരേസ. ഒടുവിൽ അവളെ ഞാൻ വഞ്ചിച്ചു. അവൾ പാവമായിരുന്നു. പ്ലീസ്, എനിക്ക് അവളെ ഒരിക്കൽ കൂടി കാണണം. ആ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കണം. ആ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കണം. മരണാനന്തര ലോകത്തെ യഥാർത്ഥ സത്യം ഇതാണ്. ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ. ആ ശുദ്ധീകരണം ഭൂമിയിൽ വെച്ച് നടന്നാൽ നാം സ്വർഗസ്ഥനാവും എന്നാണ് വേദാന്തങ്ങൾ പറയുന്നത്. താനിവിടെ നിൽക്കുകയാണ്. ഞാൻ എവിടെല്ലാം അന്വേഷിച്ചു. എന്തിന്? ഒന്ന് വന്നേ, ചുമ്മാ നമുക്കൊന്ന് കറങ്ങാം. ഞാനില്ല. എന്നാ വേണ്ട. പിന്നെ നമ്മുടെ കാലനുണ്ടല്ലോ, അയാളെ കാണാൻ എന്നെ അന്വേഷിച്ച ഞാനൊരല്പം ബിസിയാണെന്നൊന്ന് പറഞ്ഞേക്കണേ. എന്താ പരിപാടി? പരിപാടിയോ? അറിഞ്ഞില്ലേ? ഓ, നമ്മുടെ ആ പൂതക്കുളം പാലമില്ലേ, അത് തകർന്ന് ഇന്നലെയാണ് 20 ബസ് യാത്രക്കാർ മരിച്ചത്. ഇത്ര പെട്ടെന്ന് ഈ പാലം തകർന്ന് അവർ മരിക്കുമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അവർ എത്തിയതേ ഉള്ളൂ. എനിക്ക് അവരെ ഒന്ന് ആശ്വസിപ്പിക്കേണ്ട കടമയുണ്ടല്ലോ. ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. ആ ചെല്ല്. ഇപ്പോഴെങ്കിലും നിങ്ങൾ രാഷ്ട്രീയക്കാർ മാന്യമായി പെരുമാറുന്നുണ്ടല്ലോ. അതെന്താ മോഹന അങ്ങനെ പറഞ്ഞത്? ഞാൻ MLA ആയിട്ട് ഇരുന്നപ്പോഴാണല്ലോ ആ പാലം പണിതത്. ഇത്ര പെട്ടെന്ന് തകർന്നു പോയതിന് അത് എന്റെ കുറ്റമാണോ? പാലം പണിയിൽ അഴിമതി ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അയ്യോ, അത് മാത്രമല്ല, പാലം പണിയിലെ അഴിമതിയിൽ 18 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടത്തിയ ഫയൽ പോലീസ് കണ്ടെടുത്തു. ഭൂമിയിൽ നിന്ന് വന്ന മരക്കഴുതകളായ വോട്ടർമാരല്ലേ ഇവിടെ വന്നിട്ടുള്ളത്? ചെല്ല്. ഈ മുഖം അവർ മറന്നിട്ടുണ്ടാവില്ല. ചുട്ടുകരിക്കും നിങ്ങളെ അവർ. നേരം ഭൂമിയിൽ വെച്ച് പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നേരെ. അതിന്റെ പേരിൽ ഈ യമലോകത്തും ഒരല്പം സ്വസ്ഥ തരത്തില്ല എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടമാണ്. അപ്പു, മോനെ അപ്പു, അപ്പു, എന്താ പറഞ്ഞത്? അത് നിങ്ങളുടെ അപ്പു ഒന്നുമല്ല. ആയിരുന്നെങ്കിൽ അവൻ വിളിയാക്കില്ലായിരുന്നോ? അല്ല, എന്റെ അവന്റെ അതേ മുഖം, അവന്റെ അതേ രൂപം. ഞാൻ പേടിച്ചു പോയി. അവൻ കുരുന്നല്ലേ? എന്റെ അപ്പു ഒരു കുരുന്നല്ലേ? അവന്റെ കൂടപ്പുറപ്പും കുരുന്നല്ലേ? ആത്മാവിനായാലും വിശ്രമം അത്യന്താപേക്ഷിതമാണ്. എന്താ പറയുക, ഈ അലച്ചിലിനുമില്ലേ ഒരു പരിധിയൊക്കെ? ഇല്ല, ഇല്ല, എന്റെ ആത്മാവിന് വിശ്രമമില്ല. ഞാൻ കാണുന്നു
എന്റെ ശാന്ത അവളുടെ മടിയിൽ തലയും വെച്ച് എന്റെ പൊന്നുമോൾ അമ്മു കിടപ്പുണ്ട്. അവർ ആ പൂനെയും കാത്തുള്ള ഇരിപ്പാണ്. ഇതെവിടെ പോയി കിടക്കുന്നു? വരണ്ട സമയവും കഴിഞ്ഞല്ലോ. ദൈവമേ, എന്റെ മോനൊരാപത്തും ഉണ്ടാവരുതേ. എന്താക്കും ഇത്? നിന്നെ കാണാത്തുള്ള പേടിയല്ലേ ഈ അമ്മയ്ക്കുള്ളൂ? ആള് കുറവായിരുന്നു. അതിനാൽ കൊണ്ടുപോയ 2-3 കപ്പലണ്ടി ബാക്കിയായി. അമ്മയുടെ മോന് കിട്ടിയ കാശ് കണ്ടോ? മോന് വിശക്കുന്നില്ലേ? അമ്മ ചോറ് കൊണ്ടുവരും. മോനെ, മോളെ സൂക്ഷിച്ചു കൊണ്ടുപോണേ. പേപ്പർ കരിയുന്ന മണം വരുന്നല്ലോ. നീ എന്താ കാണിക്കുന്നേ? നമുക്ക് അമ്പലത്തിൽ പോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വരുമ്പോ ഒരുങ്ങിയിരിക്കണമെന്ന്. എനിക്ക് ഈ സാരി മാത്രം കൊടുത്താൽ മതി. ഞാൻ അകത്തോട്ട് വന്ന കണ്ണാടി തല്ലി പൊട്ടിക്കും. ശാന്ത, നീ ഒരുങ്ങണ്ട. നീ സുന്ദരി തന്നെ. നീ ഒന്ന് ഇറങ്ങി വരൂ. ചേട്ടനെ പോലെ ഒരു മുണ്ടെടുത്ത് കൊടുത്താൽ മതിയോ? എനിക്കിതൊക്കെ ഒന്ന് ഉടുക്കണ്ടേ?
ഇന്നലെ വരാമെന്ന് പറഞ്ഞല്ലോ. ഇല്ലില്ല, ഓഫീസ് കാര്യങ്ങളാണെങ്കിൽ ഇന്ന് സംസാരിക്കണ്ട. ആ അതെ, അത് കൊടുത്തുവിട്ടുണ്ടോ? ആ ശരി എന്നാ, ഓക്കെ. ശാന്തേ, ഇതുവരെ റെഡി ആയില്ല നീ? ഓ, ഈ പൂവും കൂടെ വെച്ചാ മതി. ഈ ചേട്ടൻ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ. അതുകൊണ്ടാ പറയുന്നത്, ഒരുങ്ങുന്ന ഭാര്യമാരെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഏറ്റവും ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥ. എന്നാ ഈ ചേട്ടൻ മാത്രം പോകും, ഞാൻ വരുന്നില്ല. അല്ല, അതുകൊണ്ടാണല്ലോ പല ഭർത്താക്കന്മാരും ഭാര്യമാരെ പുറത്തുകൊണ്ടുവന്ന് മടിക്കുന്നത്. അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ. എവിടെ പോയാലും വഴക്കിടാതെ പോകാറുണ്ടോ? നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞ, പക്ഷെ നീ പിണങ്ങുന്ന കാണുമ്പോൾ എത്ര സുന്ദരിയാണെന്നല്ല. അടിയനും ഭൂതിയുള്ളവരാണേ. എന്നാണാവോ കടാശം ഉണ്ടാകുക? പെണ്ണേ, ഈ യുവത്തന്മാരുടെ ശരീരം വെറുതെ കാലത്തിന് തിന്നാൻ കൊടുക്കണോ? ഞാനിത് ആഗ്രഹിക്കുന്നു. കൈയെടുക്കടാ. വെറുതെ വേണ്ട, പിടയ്ക്കുന്ന നോട്ടറിയാം. കൈയെടുക്ക, കൈയെടുക്കടാ. നീ ഉദ്ദേശിക്കുന്നവളല്ല ഞാൻ. ഞാൻ മോഹൻദാസിന്റെ ഭാര്യയാണ്. മോഹൻദാസിന്റെ ഭാര്യ പോലും. അവൻ ചത്ത് തലയ്ക്ക് പോയിരിക്കുന്നു. ഈ വർഗ ഉദ്ദേശമൊന്നും നേടാതിരുന്നിട്ടില്ല. ഇത് ഞാൻ നേടും. എങ്കിൽ നേടടാ, എങ്കിൽ നേട. നിന്റെയൊക്കെ കൺമുന്നിലേ അദ്ദേഹം മരിച്ചിട്ടുള്ളൂ. എന്റെ കൺമുന്നിൽ അദ്ദേഹം മരിച്ചിട്ടില്ല. ഇനിയൊട്ടും മരിക്കുകയുമില്ല. ഇനി മേലെ നീ പഠിച്ചു വിട്ടരുത്. ചവിട്ടിയാൽ എന്റെയും എന്റെ കുഞ്ഞുങ്ങളെയും ജീവനിൽ ഉത്തരം പറയേണ്ടി വരും. വേണ്ട, എന്നെ തൊടരുത്. എന്നെ തൊടരുത്. ഇല്ല മോനെ, അമ്മയെ ഒന്നും ചെയ്തില്ല. ദൈവമേ, ഞാൻ മൂലം ഒരു കുടുംബം തകരുകയാണല്ലോ. ശാന്ത, എനിക്കെവിടെയാണ് പിഴവ് പറ്റിയത്? ഒരു ഗാന്ധിയനായി ഞാൻ വളർന്നു, ഉദ്യോഗം നേടി, വിവാഹിതനായി. ഗാന്ധിസത്തിനല്ല, എനിക്കാണ് തെറ്റുപറ്റിയത്. കൈക്കൂലിയുടെ അമിതഭാരം എന്നെ ഒരു തികഞ്ഞ മദ്യപാനിയാക്കി, എന്നെ ഒരു സ്ത്രീലമ്പുണ്ടാക്കി, നിരുത്തരവാദിയാക്കി. എത്രയെത്ര ശാപങ്ങൾ, എത്രയെത്ര പാപങ്ങൾ. ഒടുവിൽ ആ പാപക്കറകളെല്ലാം കുന്നുകൂടി എന്നെ അകാല മരണത്തിലേക്ക് നയിച്ചു. ഒരു മരണത്തിൽ എന്തിരിക്കുന്നു എന്നല്ലേ? അനാഥമായ എന്റെ കുടുംബം, എന്റെ പ്രതീക്ഷകൾ.
ഞാൻ മൊത്തം കപ്പലണ്ടിയും വിറ്റമ്മ. കിട്ടിയ പൈസക്ക് ഒരു ബിരിയാണി വാങ്ങി. എന്തിനാ മോനെ ഈ പൈസ ഇല്ലായിരുന്ന സമയത്ത് മോനെ ഇത് വാങ്ങിയത്? അച്ഛൻ മരിച്ചിട്ട് ഒത്തിരി നാളായില്ലേ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട്. നമുക്ക് ഇരുന്ന് കഴിക്കണമെന്ന്. ശരി മോനെ. അമ്മൂക്ക് ബിരിയാണി ഇഷ്ടമാണോ? ചേട്ടന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാ. മോനെ മോളുമായിട്ട് ഞാൻ അകത്ത് വാ. എന്നോട് ക്ഷമിക്കമ്മേ. ഞാനൊരു വിഷയമില്ല. നമുക്ക് ജീവിക്കണമേ. എങ്ങനെയെങ്കിലും ജീവിക്കണമേ. നമുക്ക് ജീവിക്കണമേ. എന്താ അപരാധമാണ് ഈ ചെയ്തത്? നമുക്ക് ജീവിക്കണമേ. ഈ കണക്ക് പുസ്തകത്തിൽ ഈ കുട്ടികളുടെയും അമ്മയുടെയും പേരുകളിടാൻ വരയിടാൻ നേരമായിട്ടില്ല. അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യജന്മം പിറവിയെടുക്കുന്നത്. മനുഷ്യൻ എത്ര മനോഹര പദമാണ്. ജീവിതം മനോഹരമാണ്. അത് ജീവിച്ചു തീർക്കാനുള്ളതാണ്. കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും മനുഷ്യന് പലതും ചെയ്യാനുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ വാർത്താത്തവൻ മരിക്കുമ്പോൾ വിലപിക്കരുത്. മനുഷ്യൻ എത്ര മനോഹര പദം. മരണം ചെയ്യാൻ കഴിയുന്നവനാണ് മനുഷ്യൻ. ഓർമ്മയിരിക്കട്ടെ.